മനസ്സ് മരവിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പാലക്കാട് നെന്മാറയിൽ നിന്ന് വന്നത്. നെന്മാറയെ നടുക്കി പട്ടാപ്പകൽ ഇരട്ട കൊലപാതകം. പോത്തുണ്ടി സ്വദേശികളായ മീനാക്ഷി, മകൻ സുധാകരൻ എന്നിവരെയാണ് അയൽക്കാരനായ കൊലക്കേസ് പ്രതി ചെന്താമര വെട്ടിക്കൊന്നത്. 5 വർഷം മുൻപ് സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോഴാണ് ചെന്താമരയുടെ ഈ ക്രൂരകൃത്യം. ചെന്താമരയുടെ ഭീഷണിയിൽ ഭയന്നാണ് കഴിഞ്ഞതെന്നും പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നുമാണ് പൊട്ടിക്കരഞ്ഞ് സുധാകരന്റെ മകളുടെ പ്രതികരണം. ആ പ്രതികരണത്തിലേക്ക് നമുക്കൊന്ന് പോവാം. എനിക്കും പേടിയാണ്, ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അയാൾ പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് നിയമ നടപടി സ്വീകരിക്കണം പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇല്ലെങ്കിൽ അച്ഛൻ വരുമ്പോൾ ഞാൻ അച്ഛൻ്റെ കൂടെ വരിക, അല്ലെങ്കിൽ ഞാൻ ഇന്നലെ വരാം. എനിക്ക് പേടിയായതുകൊണ്ട് മാത്രമാണ് ഞാൻ വരാതിരുന്നത്, അല്ലെങ്കിൽ ഞാൻ അച്ഛൻ്റെ കൂടെ തന്നെ ഉണ്ടാവണതാ. ഇപ്പം എനിക്ക് പേടിയായതുകൊണ്ട് ഞാനും വന്നില്ല. അപ്പം ഞാനും ഇവിടെ ഉണ്ടെങ്കിൽ എൻ്റെ ജീവനും പോയിട്ടുണ്ടാവില്ലേ. എപ്പോഴും ചെന്താമര ഭീഷണിപ്പെടുത്തിയിരുന്നെന്നും പോലീസിൽ പരാതിപ്പെട്ടിരുന്നെന്നും നാട്ടുകാരും പറയുന്നു. ഈ 5 വർഷം മുന്നേ കൊലപ്പെടുത്തിയ അയാള്, ഈ മരിച്ച വ്യക്തി സുധാകരേട്ടന്റെ ഭാര്യ 5 വർഷം മുന്നേ കൊലപ്പെടുത്തിയതാ. ആ ജയിൽ ശിക്ഷ കഴിഞ്ഞിട്ട് 2 മാസമായിട്ടുള്ളിൽ വീട്ടിലിറങ്ങിയിട്ട് ഇന്ന് രാവിലെ അവിടെ അമ്മാരുടെ അടുത്ത് അടിവാള് കാണിച്ചിട്ട് ഭീഷണിപ്പെടുത്തിട്ട് ഇതാണ് എൻ്റെ സെറ്റപ്പ്, ഇതാണ് എൻ്റെ വാളെന്ന് പറഞ്ഞിട്ട് അത് കാണിച്ചൊരു അരമണിക്കൂർ മുമ്പേക്കും ആ ചേട്ടൻ അവിടെ വെട്ടിയിട്ടു, ആ സുധാകരേട്ടൻ അവിടെ വെട്ടിയിട്ടു. നേരത്തെ 5 വർഷം മുന്നേ അയാളുടെ ഭാര്യയെ കൊന്നു. ഇപ്പോൾ അവിടെ അയാളുടെ അമ്മയും ഇയാളിപ്പോൾ ഇങ്ങനെ കൊന്നിട്ടിട്ടു. ഇപ്പോൾ ഇതുപോലെ നാളെ ഞങ്ങൾക്ക് തന്നെയാണ് ഗതി. ആ കുടുംബം നശിപ്പിക്കണം പറഞ്ഞിട്ട് തന്നെ ഇയാൾ ചെയ്യുന്നു, മനഃപൂർവ്വം ചെയ്യാണ്. ഒരു വഴക്കോ വക്കാനോ ഒന്നുമില്ല. തലയ്ക്ക് മൈൻഡിൽ അയാൾ ഇങ്ങനെ വെച്ച് ഇരുന്നിട്ട് അപ്പോഴാ വഴി ചാടണമെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന കേസാണിത്. അല്ലാതെ വേറെ ആരെയും ജനങ്ങളിനെയോ അവരുടെ വീട്ടുകാരനെയോ അവൻ്റെ ഏട്ടന്മാരനെയോ ഒന്നും ചെയ്യുന്നില്ല. ഈ കുടുംബത്തിന് തന്നെ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കാണണമല്ലോ അയാൾക്ക്. ഒരു കാരണവും ഇല്ലാതെയാണ് ഇത് ചെയ്യുന്നത്. അത് എന്തുകൊണ്ട് ചെയ്യുന്നത്? ജനങ്ങൾ പറയുന്നു പോലീസുകാർ എന്തിനുള്ളതാണ്? അവരെന്തും ഞങ്ങളെ സംരക്ഷിക്കാനുള്ളവരില്ലേ? ഞങ്ങളുടെ സംരക്ഷണം കൊണ്ടല്ലേ അവർ ശമ്പളം വാങ്ങണ്. ഞങ്ങൾ എന്തുകൊണ്ട് ഇയാൾ സംരക്ഷിക്കുന്നില്ല? വെറുതെ വിട്ടുകൊണ്ടിരിക്കുന്നു. അതെന്തുകൊണ്ട് ചെയ്യുന്നു? അപ്പം അതൊക്കെ വെറുതെ ജനങ്ങളെ കാണുമ്പോൾ മാത്രമായി ഇയാൾ നല്ല പോലീസുകാരാകുക. ജനങ്ങൾ കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. എല്ലാവരുടെ സ്ഥിതി ആട കോഴിഞ്ഞ വെട്ടും പോലെ വെട്ടിയാണ് തള്ള. ഇനിയിപ്പോൾ ഇയാൾ വഴിയെ കൂടെ വരുമ്പോൾ ഞങ്ങളെ ചെയ്യില്ലെന്ന് എന്താ നമ്പിക്കുക? വാർത്തയുടെ വിശദാംശങ്ങളുമായി സൂരജ് സജിയാണ് ചേരുന്നത് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഗുഡ് ഈവനിങ്. സാധാരണക്കാരിയായ ഒരു സ്ത്രീയുടെ മൂർച്ചയുള്ള വാക്കുകളാണ് നമ്മൾ കേട്ടത്. അപ്പോൾ അവർ ചോദിക്കുന്നതിൽ എത്ര കാര്യമുണ്ട്. ഒന്ന്, മറ്റാരെയും ഉപദ്രവിക്കാതെ എന്തുകൊണ്ട് ഈ കുടുംബത്തെ മാത്രം ഉപദ്രവിക്കുന്നു? അതിനൊരു കാരണം കണ്ടെത്തിയിട്ടുണ്ടോ? 2, നിയമപാലകരെന്ന് പറയുന്ന ആ വ്യക്തികൾ ഇത്രയധികം ഭയം അവരോട് പങ്കുവച്ചിട്ടും ജാഗ്രത പാലിച്ചിരുന്നെങ്കിൽ ഒഴിവാക്കാമായിരുന്നു ഈ ഇരട്ട കൊലപാതകമെന്ന് തന്നെയാണ് നമ്മൾ കേൾക്കുന്ന എല്ലാവർക്കും തോന്നുന്നത്. ഇപ്പോൾ ഇയാളുടെ വീട്ടിൽ നിന്ന് കൊടുവാൾ വെട്ടാൻ ഉപയോഗിച്ച വാൾ കണ്ടെത്തിയെന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ ഇയാൾക്കായുള്ള തെരച്ചിൽ നടത്തുന്നു മനസ്സിലാക്കുന്നു. സുധാകരന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായോ? ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റിന, എന്തായാലും ഇരട്ടക്കൊലപാതകത്തിന്റെ നടുക്കത്തിൽ തന്നെയാണ് ഇന്ന് നെന്മാറയിലെ ഈ നാടുള്ളത്. ഒന്നടങ്കം ഇതിന്റെ ഞെട്ടലിൽ തന്നെയാണ്. അതിൽ ഈ പോലീസിനുണ്ടായ ഗുരുതര വീഴ്ചയാണ് ഈ പ്രദേശവാസികളും ബന്ധുക്കളും അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ 29-ന് കുടുംബം ഇത് സംബന്ധിച്ച് പോലീസിന് ഔദ്യോഗികമായി തന്നെ പരാതി നൽകിയതാണ്. പക്ഷേ ആ പരാതിയിന്മേൽ പോലീസിന്റെ ഒരു നടപടി ഉണ്ടാകാതെ പോയതാണ് ഈ 2 ജീവനുകൾ അപഹരിക്കുന്നതിലേക്ക് എത്തിയത് എന്നുള്ളതാണ് പ്രധാനമായും ഈ നാട്ടുകാരും പ്രദേശവാസികളും അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. ക്രിസ്റ്റിന ചോദിച്ചതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ, അതായത് സുധാകരന്റെ മൃതദേഹം മാത്രമാണ് ഇവിടെ ഉള്ളത്. മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. നാട്ടുകാരെ സംബന്ധിച്ച് അവർ വലിയ പ്രതിഷേധമായിരുന്നു ഉയർത്തിയിരുന്നത്. അവർ പറഞ്ഞിരുന്നത് ഈ മൃതദേഹം വിട്ടു നൽകണമെങ്കിൽ പ്രതിയെ പിടികൂടണം എന്നുള്ള ഒരു ആവശ്യമായിരുന്നു നാട്ടുകാർ മുന്നോട്ട് വെച്ചത്. പക്ഷേ നെന്മാറ MLA കെ ബാബുവിന്റെ അടക്കം നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയുടെ ഭാഗമായി ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾക്ക് നാട്ടുകാരും ബന്ധുക്കളും സമ്മതം മൂളിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ മൃതദേഹം ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റണമെങ്കിൽ പ്രതിയെ പിടികൂടണം എന്നൊരു നിലപാടിലാണ് നിലവിൽ നാട്ടുകാരും കുടുംബാംഗങ്ങളും ഒക്കെ ഉള്ളത്. അതോടൊപ്പം തന്നെ ഇവർ പറയുന്നത് നിലവിൽ ഈ സുധാകരന്റെ മകൾ മാത്രമാണ്, അഖില മാത്രമാണ് ഇനി ഈ കുടുംബത്തിൽ അവശേഷിക്കുന്നത്. ബാക്കി എല്ലാവരും തന്നെ മരിച്ച ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ ഭാവി എന്തായിരിക്കണം എന്ന് സംബന്ധിച്ച്, അല്ലെങ്കിൽ എന്താകും എന്നത് സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട്. ഇതിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചില ഉറപ്പുകൾ ലഭിച്ചാൽ മാത്രമായിരിക്കും ഈ മൃതദേഹം വിട്ടു നൽകുക എന്ന തരത്തിൽ കടുത്ത പ്രതിഷേധം ഈ മേഖലയിൽ നാട്ടുകാർ ഉയർത്തുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന്റെ ഇപ്പോൾ ഈ പ്രതി 29-ാം തീയതി ഈ സ്റ്റേഷനിലെത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമായിട്ടുണ്ട്. അത് ഞാൻ കരുതുന്നത് അവിടെ എത്തിയിട്ടുണ്ട്. PCR-ൽ നിന്ന് അത് കൊടുക്കും എന്നുള്ളതാണ് കരുതുന്നത്.
29-ന് ഈ നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതി എത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണുള്ളത്. അവിടെ ഈ പ്രതി, അതായത് കുടുംബം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിയെ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്നത്. പിന്നീട് ഈ സ്റ്റേഷനകത്തേക്ക് കയറി വന്ന് CA കാണാൻ പ്രതിയോട് ആവശ്യപ്പെട്ടെങ്കിലും ഈ ചെന്താമര ഇതിനുവേണ്ടി തയ്യാറായില്ല. ഇതോടുകൂടി CA അടക്കമുള്ളവർ സ്റ്റേഷന് പുറത്തിറങ്ങി വന്ന് 15 മിനിറ്റിലധികം നേരം ഈ പ്രതിയുമായി സംസാരിച്ചു. പ്രതി അപ്പോൾ ഇവരോട് പറഞ്ഞത് താൻ വലിയ ഭയപ്പാടിലാണ്, അതുകൊണ്ട് തന്നെ താൻ ഇവിടെ നിൽക്കുന്നില്ല, തമിഴ്നാട്ടിലേക്ക് പോവുകയാണ് എന്ന് പോലീസിന് ഉറപ്പു നൽകി. അതോടുകൂടി ഈ പ്രതി ഈ തമിഴ്നാട്ടിലേക്ക് മടങ്ങിയിരിക്കാം എന്ന് കരുതിയത് കൊണ്ടാണ് തങ്ങൾ പിന്നീട് ഈ പ്രതിയെക്കുറിച്ച് അന്വേഷിക്കാതിരുന്നത് എന്ന വിചിത്രവാദമാണ് ഇത് സംബന്ധിച്ച് പോലീസ് നമ്മളുമായി സംസാരിക്കുമ്പോൾ പോലും പങ്കുവെക്കുന്നത്. അങ്ങനെ ഒരു പ്രതി നിരന്തരമായി കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന തരത്തിൽ കുടുംബം നൽകിയ പരാതിയിന്മേൽ 15 മിനിറ്റ് സംസാരിച്ച് ശാസിച്ച ശേഷം ആ പ്രതിയുടെ വാക്ക് വിശ്വസിച്ച് ഇത്രയും ദിവസം, അതായത് 29-ാം തീയതിയാണ് ഈ 15 മിനിറ്റ് നേരം ഈ പ്രതിയുമായി സംസാരിക്കുന്നത്. ഇന്നിപ്പോൾ എത്ര ദിവസമായി എന്ന് നമ്മൾ കരുതുക. ഈ ദിവസം അത്രയും ആ പ്രതിയുടെ മാത്രം വാക്കിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഇവിടെ നിന്ന് അത്തരത്തിൽ ഒരു പരാതിയും പിന്നീട് വന്നില്ല എന്നൊക്കെയാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഇതിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് സംവിധാനമൊക്കെ കൃത്യമായി ഈ പ്രതി എങ്ങോട്ട് പോയി എന്ന് അന്വേഷിക്കേണ്ടതാണ്. തമിഴ്നാട്ടിലാണോ ഈ പ്രതി എന്നൊക്കെ അന്വേഷിക്കേണ്ടിയിരുന്ന സമയത്ത് പോലീസ് അന്വേഷിക്കാതിരുന്നത് മാത്രമാണ് ഈ ജീവൻ നഷ്ടപ്പെടുന്നതിലേക്ക് നയിച്ചതെന്ന് നമുക്ക് തീർത്തും പറയേണ്ടി വരും. ക്രിസ്റ്റീന, അതോടൊപ്പം തന്നെ ഈ ആൾക്കൂട്ടം കാണുന്നതിന് സമീപത്ത് വെച്ചാണ് ഈ പ്രതി ഈ കൊലപാതകം നടത്തിയത്. രാവിലെയും അരമണിക്കൂർ നേരം ഒരു വലിയ കൊടുവാളും എന്തിക്കൊണ്ട് ഇതിലൂടെ പ്രതി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു എന്നുള്ളതാണ് പറയുന്നത്. പട്ടാപ്പകൽ ഒരാൾക്ക് എങ്ങനെ ഈ വടിവാൾ ഓങ്ങിക്കൊണ്ട് ഇത്തരത്തിൽ നമ്മുടെ ഒരു കേരളം പോലൊരു സംസ്ഥാനത്ത് ഭീഷണിപ്പെടുത്താൻ കഴിയുന്നു എന്നുള്ളതാണ് സ്ഥലം MLA അടക്കം ഇവിടെ എത്തിയിട്ട് പറയുന്നത്. ഇവർക്കെല്ലാവർക്കും ഈ പ്രതിയെക്കുറിച്ച് നല്ലതുപോലെ അറിയാം എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അങ്ങനെ ഈ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലടക്കം ഇരിക്കുന്നവർക്ക് പ്രതിയെക്കുറിച്ച് കൃത്യമായ ധാരണകൾ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഇവരാരും ആക്ട് ചെയ്തില്ല, അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടൽ ഉണ്ടായില്ല എന്ന വിമർശനമാണ് ഈ പ്രദേശവാസികൾ ഉയർത്തുന്നത്. എന്തായാലും അവരെ സംബന്ധിച്ച് വലിയ പ്രതിഷേധമുണ്ട്, വലിയ ആശങ്കയുണ്ട്. ഇനി പ്രതിയെ സംബന്ധിച്ച് വന്നാൽ ഈ കൊലപാതകത്തിന് ശേഷം എനിക്ക് പിന്നിൽ കാണുന്ന ഈ മലയിലേക്കാണ് പ്രതി ഓടിക്കയറിയത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിയെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം അത് പോലീസ് നടത്തുന്നുണ്ട്. കഴിഞ്ഞ തവണയും ഈ പ്രതി ഇവിടെ നിന്ന്, അതായത് ഈ സുധാകരന്റെ ഭാര്യ 5 കൊല്ലം മുമ്പ് 2019 കൊലപ്പെടുത്തിയതിനു ശേഷം പ്രതി ഓടിക്കയറിയതും ഈ നെല്ലിയാമ്പതി മലനിരകളിലേക്കായിരുന്നു. അന്ന് 5 ദിവസത്തിന് ശേഷമാണ് ഈ പ്രതിയെ പോലീസിന് പിടികൂടാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ സമാനമായ ഒരു സ്ട്രാറ്റജി ആയിരിക്കും പ്രതി ഇത്തവണയും ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ നിഗമനം. അതുകൊണ്ട് തന്നെ ഡ്രോൺ ഉപയോഗിച്ചുൾപ്പെടെയുള്ള നിരീക്ഷണങ്ങൾ, അല്ലെങ്കിൽ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കൊല നടത്തിയതിനു ശേഷം ഈ പ്രതിയുടെ ഒരു ബന്ധുവീട്ടിലെത്തിയതായി നാട്ടുകാർ സംശയിക്കുന്നുണ്ട്. അതിനുശേഷം പുഴയിൽ ഇറങ്ങിയതിനു ശേഷമാണ് ഈ കാട്ടിലേക്ക് ഓടി കയറിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ പുഴയിൽ ഇറങ്ങിയതോടുകൂടി ഡോഗ് സ്ക്വാഡ് അടക്കം എത്തിയാൽ ഈ പ്രതിയെ കണ്ടെത്താൻ പോലും കഴിയാത്ത നിലയിലേക്ക്, തെളിവ് നശിപ്പിക്കുന്ന ഒരു നിലയിലേക്ക് ഈ പ്രതി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ പ്രതിയുടെ സ്മെല്ല് പിടിച്ച് ഈ ഡോഗ് സ്ക്വാഡിന് പോലും ആ മേഖലയിലേക്ക് എത്താൻ കഴിയാത്ത തരത്തിൽ തീർത്തും തെളിവ് നശിപ്പിച്ച ശേഷമാണ് പ്രതി ഈ മലയിലേക്ക് കയറിയതെന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. എന്തായാലും ഈ പ്രാദേശിക സഹായവും വനംവകുപ്പിന്റെ സഹായവും എല്ലാം തേടിക്കൊണ്ട് പ്രതിയെ കണ്ടെത്താനുള്ള ഊർജിത ശ്രമം അത് പോലീസ് നടത്തുന്നുണ്ട്. പക്ഷേ പ്രതിയെ പിടികൂടുക, അതോടൊപ്പം തന്നെ മകളുടെ ജീവനും ജീവിതവും സംബന്ധിച്ച് ഈ സർക്കാരിൽ നിന്ന് ഉറപ്പ് ലഭിച്ചാൽ മാത്രമാണ് ഈ മൃതദേഹം ഇവിടെ നിന്ന് വിട്ടു നൽകുകയുള്ളൂ എന്ന കർശന നിലപാടിലാണ് നാട്ടുകാരുമുള്ളത്. ക്രിസ്റ്റീന. ശരി, സുരേഷ് സജിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് നാട്ടുകാരുടെ ആ ഒരു ഭീതി, അതുതന്നെയാണ്. ആ മകൾ മാത്രമാണ് ഇനിയുള്ളത്. ആ മകൾക്ക് ഒരു സംരക്ഷണം നൽകണം. ജീവന് അതിന് ഏത് രീതിയിലുള്ള ഭീഷണിയാണ് നിലവിലുള്ളതെന്ന് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ആ കുഞ്ഞിനെ സംരക്ഷിക്കുന്ന ബന്ധുക്കളുണ്ടെങ്കിൽ അവർക്കൊക്കെ തന്നെ നാട്ടുകാരെല്ലാവരും വലിയ ഭീതിയിലാണ്. അവർക്ക് ഒരു സുരക്ഷ ഒരുക്കേണ്ടത് അത്യാവശ്യമാണ്. ഒപ്പം എത്രയും പെട്ടെന്ന് പ്രതിയെ പിടിക്കുക, അതുതന്നെയാണ് ആദ്യത്തെ ഉദ്യമം, അല്ലേ? ഇനിയിപ്പോൾ രാത്രിയാകുന്നു, ഈ പറഞ്ഞതുപോലെ ഇനി അയാൾക്കായുള്ള തെരച്ചിൽ നടക്കുന്നേ ഉള്ളൂ. ഏത് രീതിയിലാകും പ്രതിഷേധമൊക്കെ ഉണ്ട്.